ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്കോടോക്സ് കോർണർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് അപ്രോച്ചസ്. സോ അത് നമുക്ക് എന്താണ് യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് നോക്കാം. യൂട്ടിലിറ്റി അനാലിസിസ് ഈസ് കൺസേൺ വിത്ത് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു അനാലിസിസാണ് യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് അറിയണം അല്ലേ. സോ ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ദ കൺസ്യൂമർ അറ്റംപ്റ്റ്സ് ടു അലോക്കേറ്റ് ഹിസ് ലിമിറ്റഡ് മണി ഇൻകം എമംഗ് അവൈലബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് സോ ആസ് ടു മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ. ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ തിയറീൻ്റെ ഒരു മെയിൻ അസംഷൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് അവരുടെ ലിമിറ്റഡ് മണി ഇൻകം യൂസ് ചെയ്തുകൊണ്ട് അവൈലബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മാക്സിമൈസ് ദ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ലിമിറ്റഡ് മണി ഇൻകം അവർ യൂസ് ചെയ്യുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഇൻ യൂട്ടിലിറ്റി അനാലിസിസ്. ദ ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം ആർ ദി ഫോളോയിങ്. സോ ഈ ഒരു യൂട്ടിലിറ്റി അനാലിസിസിൽ നമുക്ക് മെയിനായിട്ടും 3 അപ്രോച്ചസാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, സെക്കൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് തേർഡ് വൺ ഈസ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലാണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇസ് ഗിവൺ ബൈ ഹിഗ്സ് ആൻഡ് എലറ്റ്. റിവീൽഡ് പ്രിഫറൻസ് തിയറി ഗിവൺ ബൈ പോൾ സാമുവൽസൺ. സോ ഇതാണ് യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. ദ ടേം യൂട്ടിലിറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഫിലോസഫർ ജെറമി ബെന്തം. ബ്രിട്ടീഷ് ഫിലോസഫറായിട്ടുള്ള ജെറമി ബെന്തമാണ് ദ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ യൂട്ടിലിറ്റി ഈസ് ദ വൺ സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആ ഒരു പവറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് യൂട്ടിലിറ്റി എന്ന് നോക്കാം. യൂട്ടിലിറ്റി, ദ ടേം യൂട്ടിലിറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഫിലോസഫർ ജെറമി ബെന്തം. ബ്രിട്ടീഷ് ഫിലോസഫറായിട്ടുള്ള ജെറമി ബെന്തമാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ടേം ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. യൂട്ടിലിറ്റി ഈസ് ദ വൺ സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ വൺ സാറ്റിസ്ഫൈയിങ് പവർ, ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആ ഒരു പവറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ഈസ് കോൾഡ് യൂട്ടിൽ. യൂട്ടിലിറ്റീൻ്റെ മെഷർമെൻറ്റ് നമ്മൾ യൂട്ടിൽ എന്ന് പറയുന്ന ഇമേജിനറി യൂണിറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി ടേം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്താണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് നോക്കാം. എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇസ് എ ഫോർമുല ഷോയിങ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂം. ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ക്വാണ്ടിറ്റീസ് ഷോ ചെയ്യുന്ന ഒരു ഫോർമുലേനെയാണ് നമ്മൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി ഫംഗ്ഷനുള്ളൊരു എക്സാമ്പിളാണ്, ഇഫ് ദ കൺസ്യൂമർ പർച്ചേസസ് ആർ ലിമിറ്റഡ് ടു 2 commodities, ഹിസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് യു ഈക്വൽ ടു എഫ് ഓഫ് Q1 ആൻഡ് Q2. ഇപ്പോൾ ഒരു കൺസ്യൂമർ 2 കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അവരുടെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? യു ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് Q1 ആൻഡ് Q2. ഇവിടെ യു എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ഡെറൈവ് ഫ്രം പർച്ചേസിങ് 2 commodities ആൻഡ് ക്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? 2 ക്വാണ്ടിറ്റീസാണ്, 2 commoditiesൻ്റെ ക്വാണ്ടിറ്റീസുമാണ്. സോ ഇതാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് നോക്കാം. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് ദ നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ്. നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് എന്നും കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അറിയപ്പെടുന്നുണ്ട്.
നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും ആൽഫ്രഡ് മാർഷലാണ്. അക്കോർഡിംഗ് ടു നിയോ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്, യൂട്ടിലിറ്റി ഈസ് കാർഡിനലി മെഷറബിൾ. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പ്രകാരം യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? കാർഡിനലിയാണ്. കാർഡിനലി മീൻസ് യൂട്ടിലിറ്റി ഡിസ്ക്രൈബ് ത്രൂ നമ്പേഴ്സ് ഈസ് കോൾഡ് കാർഡിനൽ യൂട്ടിലിറ്റി. നമ്പേഴ്സ്, കാർഡിനൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കാർഡിനൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3 ആ ഒരു നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് യൂട്ടിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. കൺസ്യൂമർ കുഡ് അസൈൻ എ കാർഡിനൽ നമ്പർ ടു ഈച്ച് കമ്മോഡിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി ഗെയിൻഡ് വാസ് ദ സം ഓഫ് ദ യൂട്ടിലിറ്റീസ് ഡെറൈവ് ഫ്രം ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കൺസ്യൂമേഴ്സിന് എല്ലാ കമ്മോഡിറ്റീസിനും ഒരു കാർഡിനൽ നമ്പർ അസൈൻ ചെയ്യാൻ പറ്റും. കൂടാതെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസും കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യുമ്പം അതിൽ നിന്നുള്ള ഒരു സം ഓഫ് യൂട്ടിലിറ്റീസ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓരോ കമ്മോഡിറ്റീസിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്യുന്ന സം ഓഫ് യൂട്ടിലിറ്റീസ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് നോക്കാം. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് ദ നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ്. നിയോക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് എന്നും കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും ആൽഫ്രഡ് മാർഷലാണ്. അക്കോർഡിംഗ് ടു നിയോക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്, യൂട്ടിലിറ്റി ഈസ് കാർഡിനലി മെഷറബിൾ. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പ്രകാരം യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? കാർഡിനലിയാണ്. കാർഡിനലി മീൻസ് യൂട്ടിലിറ്റി ഡിസ്ക്രൈബ് ത്രൂ നമ്പേഴ്സ് ഈസ് കോൾഡ് കാർഡിനൽ യൂട്ടിലിറ്റി. നമ്പേഴ്സ്, കാർഡിനൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കാർഡിനൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3 ആ ഒരു നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് യൂട്ടിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. കൺസ്യൂമർ കുഡ് അസൈൻ എ കാർഡിനൽ നമ്പർ ടു ഈച്ച് കമ്മോഡിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി ഗെയിൻഡ് വാസ് ദ സം ഓഫ് ദ യൂട്ടിലിറ്റീസ് ഡെറൈവ് ഫ്രം ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കൺസ്യൂമേഴ്സിന് എല്ലാ കമ്മോഡിറ്റീസിനും ഒരു കാർഡിനൽ നമ്പർ അസൈൻ ചെയ്യാൻ പറ്റും. കൂടാതെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസും കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യുമ്പം അതിൽ നിന്നുള്ള ഒരു സം ഓഫ് യൂട്ടിലിറ്റീസ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓരോ കമ്മോഡിറ്റീസിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്യുന്ന സം ഓഫ് യൂട്ടിലിറ്റീസ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി. സോ മെയിനായിട്ട് 5 അസംഷൻസ് ആണുള്ളത്. നമുക്കത് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, റേഷണാലിറ്റി. എന്താണ് റേഷണാലിറ്റി? റേഷണാലിറ്റി ഈസ് ദ അസംഷൻ ദാറ്റ് ഇൻഡിവിജ്വൽസ് മേക്ക് ഡിസിഷൻസ് ഇൻ എ കൺസിസ്റ്റൻറ്റ് ആൻഡ് ലോജിക്കൽ മാനർ ടു മാക്സിമൈസ് ദെയർ ഓൺ വെൽബീങ് ഓർ യൂട്ടിലിറ്റി. റേഷണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽസ് ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയായിരിക്കും? കൺസിസ്റ്റൻ്റ് ആൻഡ് ലോജിക്കൽ മാനറിലായിരിക്കും ടു മാക്സിമൈസ് ദ വെൽബീങ് ഓർ യൂട്ടിലിറ്റി. അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സ് കൺസിസ്റ്റൻ്റ് ആൻഡ് ലോജിക്കൽ മാനറിൽ ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ റേഷണാലിറ്റി എന്ന് പറയുന്നത്. സോ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പ്രകാരം എന്താണ്? കൺസ്യൂമർ എന്ന് പറയുന്നത് റേഷണലാണ്. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി കൺസ്യൂമർ ഈസ് ദി മാക്സിമൈസേഷൻ ഓഫ് ഹിസ് യൂട്ടിലിറ്റി സബ്ജക്റ്റ് ടു ഹിസ് ലിമിറ്റഡ് ഇൻകം. ഒരു കൺസ്യൂമറിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ ഒരു ലിമിറ്റഡ് ഇൻകം യൂസ് ചെയ്തുകൊണ്ട് മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി, അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് കൺസ്യൂമറിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ റേഷണാലിറ്റി എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. കാർഡിനൽ യൂട്ടിലിറ്റി. ദ യൂട്ടിലിറ്റി ഓഫ് ഈച്ച് കമ്മോഡിറ്റി ഈസ് കാർഡിനലി മെഷറബിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, എന്താണ്? എല്ലാ കമ്മോഡിറ്റീസിൻ്റെയും യൂട്ടിലിറ്റി നമുക്ക് കാർഡിനലി മെഷർ ചെയ്യാൻ പറ്റും. കാർഡിനലി മെഷർ ചെയ്യുക മീൻസ് കാർഡിനൽ നമ്പേഴ്സ്
യൂസ് ചെയ്തുകൊണ്ട് ഓരോ കമ്മോഡിറ്റീസും യൂട്ടിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ അസംഷനാണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റൻറ്റ്. Utility derived from the consumption of a commodity is measured with the help of money. ഒരു കമ്മോഡിറ്റീൻ്റെ കൺസംഷനിൽ നിന്നും ഡെറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണീൻ്റെ ഹെൽപ്പോടുകൂടി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇഫ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ചേഞ്ചസ് ആസ് ഇൻകം ചേഞ്ചസ്, ദെൻ മണി കനോട്ട് ബി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണീനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു യൂട്ടിലിറ്റീൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെഷറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി അസ്യൂം ടു ബി കോൺസ്റ്റൻറ്റ് ഇൻ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. Utility derived from the consumption of a commodity is measured with the help of money. ഒരു കമ്മോഡിറ്റീൻ്റെ കൺസംഷനിൽ നിന്നും ഡെറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണീൻ്റെ ഹെൽപ്പോടുകൂടി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇഫ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ചേഞ്ചസ് ആസ് ഇൻകം ചേഞ്ചസ്, ദെൻ മണി കനോട്ട് ബി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണീനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു യൂട്ടിലിറ്റീൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെഷറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി അസ്യൂം ടു ബി കോൺസ്റ്റൻറ്റ് ഇൻ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. Utility derived from the consumption of a commodity is measured with the help of money. ഒരു കമ്മോഡിറ്റീൻ്റെ കൺസംഷനിൽ നിന്നും ഡെറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണീൻ്റെ ഹെൽപ്പോടുകൂടി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇഫ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ചേഞ്ചസ് ആസ് ഇൻകം ചേഞ്ചസ്, ദെൻ മണി കനോട്ട് ബി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണീനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു യൂട്ടിലിറ്റീൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെഷറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി അസ്യൂം ടു ബി കോൺസ്റ്റൻറ്റ് ഇൻ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. നാലാമത്തെ ഒരു അസംഷനാണെന്ത്? ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് അറിയണം അല്ലേ? സോ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓർ ബെനിഫിറ്റ് എ പേഴ്സൺ എക്സ്പീരിയൻസസ് ആസ് ദേ കൺസ്യൂം മോർ ആൻഡ് മോർ ഓഫ് എ പെർട്ടിക്കുലർ ഗുഡ് ഓർ സർവീസസ്. ഒരു പെർട്ടിക്കുലർ ഗുഡ് ഓർ സർവീസസ് നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു പേഴ്സണിന് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യും? കുറയുന്നുള്ളതാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വിശന്നിരിക്കുമ്പോൾ നമ്മളൊരു പിസ്സ കഴിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് സ്ലൈസ് കഴിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് സ്ലൈസ് കഴിക്കുമ്പോൾ നമുക്ക് എൻജോയബിൾ ആയിരിക്കും, ബട്ട് ഫസ്റ്റ് കഴിച്ച അത്രത്തോളം എൻജോയ്മെൻ്റ് ഉണ്ടാവില്ല. ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് സ്ലൈസ് കഴിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ ഒരു എൻജോയ്മെൻറ്റ് ഡിമിനിഷ് ചെയ്യുന്നത്, കുറയുന്നത്. സോ ഈ ഒരു ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതിനനുസരിച്ച്, കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, യൂട്ടിലിറ്റി കുറയുന്നതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഒരു അസംഷനാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് അഡിറ്റീവ്. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദി സം ഓഫ് ദി യൂട്ടിലിറ്റീസ് ഡെറൈവ് ഫ്രം ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസ്. ഓരോ ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസിൽ നിന്നും ഡെറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റീൻ്റെ സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അഡിറ്റിവിറ്റി എന്താണ്? അഡിറ്റിവിറ്റി ഇംപ്ലൈസ് ദാറ്റ് utilities of different commodities in the consumer basket are independent.
ഒരു കൺസ്യൂമർ ബാസ്ക്കറ്റിലുള്ള ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് അഡിറ്റിവിറ്റി ഇംപ്ലൈ ചെയ്യുന്നത്. സോ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അഡിറ്റീവ്. അഞ്ചാമത്തെ ഒരു അസംപ്ഷനാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് അഡിറ്റീവ്. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദി സം ഓഫ് ദി യൂട്ടിലിറ്റീസ് ഡെറൈവ് ഫ്രം ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസ്. ഓരോ ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസിൽ നിന്നും ഡെറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റീൻ്റെ സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അഡിറ്റിവിറ്റി എന്താണ്? അഡിറ്റിവിറ്റി ഇംപ്ലൈസ് ദാറ്റ് യൂട്ടിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് ഇൻ ദി കൺസ്യൂമർ ബാസ്ക്കറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഒരു കൺസ്യൂമർ ബാസ്ക്കറ്റിലുള്ള ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് അഡിറ്റിവിറ്റി ഇംപ്ലൈ ചെയ്യുന്നത്. സോ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അഡിറ്റീവ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് യൂട്ടിലിറ്റി, എന്താണ് യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അപ്രോച്ചസ് ആൻഡ് ഇറ്റ്സ് അസംഷൻസ് വരെയാണ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.